ചിന്തകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു. വിപിൻ മൈക്കിൻ്റെ പെട്ടെന്നുള്ള മരണം നമ്മളെ ഏവരെയും വേദനിപ്പിച്ച ഒരു സംഭവമാണ്. ഗ്രേസിനെയും പാപത്തിനെയും ഞാൻ ഫോൺ വിളിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. മരിച്ചു വീഴാമെന്ന് തന്നെ ഞാൻ അറിയുകയുണ്ടായി. കാരണം അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചെങ്കിലും അവരെ നേരിട്ട് വിളിക്കാനുള്ള ഒരു വിഷമം കൊണ്ട് മാത്രമാണ് ഞാൻ അവരെ വിളിക്കാതിരുന്നത്. അത്രമാത്രം അടുപ്പം ഈ കുടുംബത്തോട് എനിക്കുണ്ടായിരുന്നു. ബിബിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ അവിടെ ജീവിക്കുമ്പോൾ ഒരമ്മച്ചി വെള്ളത്തിൽ പോകുന്ന കണ്ടപ്പോൾ തൻ്റെ ജീവൻ അതിനുവേണ്ടി കൊടുത്തുകൊണ്ട് അമ്മച്ചിയെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച ഒരാൾ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതം കൊടുക്കുമ്പോൾ നമ്മുടെ ആത്മാവ് തന്നെയാണ് രക്ഷപ്പെടുക എന്ന് വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് കർത്താവ് പ്രകാരം നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവൻ്റെ തിരക്തം കൊടുത്തുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ആത്മാവ് സ്വർഗത്തിലാണ് എന്ന് നമുക്ക് ഉറപ്പായും പ്രിയപ്പെട്ടവരെ വിശ്വസിക്കാം. മരണം എന്ന് പറയുന്നത് എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ തന്നെ അടുത്തുവാൻ 2:30 2 യുവാക്കന്മാര് രാത്രിയിൽ ബൈക്ക് ഓടിച്ച് വന്ന് പോസ്റ്റയിലിട്ട് ഇടിച്ച് ഉടനെ മുന്നിൽ നിന്നവൻ മരിച്ചു. രണ്ടാമത്തെ ഭാര്യയിലെല്ലാം പൊട്ടി ശ്വാസപത്രികയുടെ ആശുപത്രിയിൽ പിന്നാറ്റിരിക്കുകയാണ്. ഇപ്പോൾ മരണം എന്ന് പറയുന്നത് ഈയിടെ തന്നെ നമ്മുടെ ഈ ഇടവയിൽ തന്നെ വെള്ളത്തിൽ പോയി മരിക്കുകയൊക്കെ ചെയ്തത് 2 പേര് ഇടവയിൽ മരിക്കുകയുണ്ടായി. അപ്പം അങ്ങനെ ദൈവത്തിനൊരു സമയമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിളിക്കാം. പക്ഷെ നമ്മളെ സൂക്ഷിക്കുകയും വേണമെന്ന് വേറൊരു കാര്യം. നമ്മളിന്ന് പിള്ളേരെല്ലാം വണ്ടി ഓടിക്കുന്നത് അത് കൺട്രോളില്ലാതെ ഓടിച്ചു കഴിഞ്ഞാൽ ആ ദൈവത്തെ പരാതിപ്പെടുന്ന കാര്യമില്ല. നമ്മളത് സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുക തന്നെ വേണമെന്ന് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ ദിവ്യൻ അഭിനാശത്തിലേക്ക് പോയിരിക്കുമ്പോൾ ദൈവത്തിന് സമയവും കാലവും ഇല്ല എന്ന കാര്യം നമുക്കറിയാം. എപ്പോൾ വിളിച്ചാലും നമ്മൾ റെഡിയായി പോകുവാൻ തയ്യാറാകണമെന്നാണ് വചനം എപ്പോഴും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ്. നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ പോകേണ്ടവരാണെന്നുള്ള ഓർമ്മ നമ്മളെ ജനിപ്പിക്കാൻ, അതുപോലെ തന്നെ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ എല്ലാ ഭവനങ്ങളിലും പഴയ കാലം മുതൽ 5 ത്രിത്വത്തെയും എന്ന് പറഞ്ഞിറങ്ങി ചെല്ലാറുണ്ടായിരുന്നു. ഇന്നും കാണുമെന്ന് ഞാൻ വിചാരിക്കുക. ഇപ്പോൾ മക്കളുടെ മരണം വരെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സഭ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതെന്തിനു വേണ്ടിയായിരിക്കും ഇങ്ങനെ പറയുന്നത്? ദൈവത്തിന് സമയകാലമില്ലാത്തത് കൊണ്ട് മരിക്കുന്ന മോമെന്റിൽ ഈ ആത്മാവിന് വേണ്ടി അർപ്പിക്കാൻ പോകുന്ന ബലികളുടെയും ദാനധർമ്മങ്ങളുടെയും പ്രാർത്ഥനയുടെയും ആകത്തുക മരിക്കുന്ന ആ മോമെന്റിൽ ആത്മാവിന് കൊടുക്കുന്നതുകൊണ്ടാണ് ആത്മാവ് നിത്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചെറിയ കറകളും കുറവുകളൊക്കെ മനുഷ്യ ബലിയിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ അർപ്പിക്കാൻ പോകുന്ന ഈ ബലിയുടെയും അല്ലെങ്കിൽ ദാനധർമ്മങ്ങളുടെയൊക്കെ ഫലം ദൈവം കാണുന്നത് കൊണ്ട് ഈ ആത്മാവിന് വേണ്ടിയുള്ള ബലിയായതുകൊണ്ട് അവൻ്റെ കറകളെ അവൻ്റെ തിരക്കം കൊണ്ട് കഴുകി ശുദ്ധീകരിക്കുകയാണ്. അങ്ങനെ സ്വർഗമായതിലേക്ക് ദൈവം പ്രവേശിപ്പിക്കുകയാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കുവാനും എന്നുള്ള ചിന്ത നമ്മളെ നയിക്കും. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, മധുമഹാന് പെരുമാറുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്ന ഒരു അനുഭവമായിട്ടാണ് നമ്മൾ കാണുന്നത്. പുരോഹിതൻ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ബലിയർപ്പിക്കുമ്പോൾ സ്വർഗത്തിൽ അനേകമെന്ന മാലാഖമാര് പരിശുദ്ധൻ പരിശുദ്ധം ഘോഷിക്കുന്നത് പോലെ നമ്മളിത് വേർപെട്ടു പോയ ഈ ആത്മാവ്
ബലികളിൽ വരെ നമുക്ക് അനുസ്മരിക്കാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ പ്രിയപ്പെട്ടവരെ സാധിക്കും. അതുപോലെ മന്ത്രപ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഒരു പഴവും അതിനുശേഷം ഒരു ഉണ്ണിയപ്പമാണ് കഴിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഏതേൻ തോട്ടത്തിൽ ആദവുമായും കനി ഭക്ഷിച്ചപ്പോൾ അവർ പാപികളായെന്നും പരിശുദ്ധ കുർബാനയാകുന്ന അപ്പത്താൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് സൂചിപ്പിക്കുവാനാണ് ഈ മന്ത്രായിൽ നമ്മൾ അങ്ങനെ ആദ്യം ഭക്ഷിക്കേണ്ടത്. അല്ല വാക്യം കഴിച്ചിട്ടില്ല കഴിക്കേണ്ടത്. ആദ്യം പഴം കഴിക്കുന്നു, ഏതേൻ തോട്ടത്തിൽ അവർ പാപികളായി. പരിശുദ്ധ കുർബാനയാകുന്ന അപ്പത്താൽ അവരെ രക്ഷിക്കപ്പെട്ടെന്ന് സൂചിപ്പിക്കാൻ അപ്രകാരം ചെയ്യുന്നു. അങ്ങനെ പാരമ്പര്യമായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ ശരി ചെയ്തൊക്കെ കുടുംബാംഗങ്ങൾ അത് പകർന്നുകൊടുത്താൽ നിലനിൽക്കും. അപ്രകാരം നമുക്ക് ഈ സമൂഹത്തിന്റെ വിശേഷവതിയായിട്ട് ഓർക്കാം. ഈശോയുടെ തിരക്കുന്നതിന് വലിയായ ഈ ആത്മാവിന്റെ കലകളും പാവങ്ങളെ കഴിച്ചിരിക്കട്ടെ എന്ന് ദൈവം പ്രാർത്ഥിക്കുന്നു. കരുത്തിന്നു നൽകണേ നാഥ, ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. കാലം ഒരു കൊഴിഞ്ഞതാം പൂ പോലെ, കഴിഞ്ഞു പോയതാം കാലം ഒരു കൊഴിഞ്ഞതാം പൂ പോലെ, ജീവിത തടത്തിലടിയും പതിയെ കാലപ്രവാഹത്തിൽ ചേരും, കാലപ്രവാഹത്തിൽ ചേരും. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. മൗനത്തിൻ മുറിയിലിരുന്നു മനസ്സിൻ ഭാരമിറക്കി ഞാൻ, മൗനത്തിൻ മുറിയിലിരുന്നു മനസ്സിൻ ഭാരമിറക്കി ഞാൻ, വേദന മാറ്റുന്ന വൈദ്യൻ നീയൊരുവൻ എൻ്റെ നാഥൻ, നീയൊരുവൻ എൻ്റെ നാഥൻ. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ
താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. കാലം ഒരു കൊഴിഞ്ഞതാം പൂ പോലെ, കഴിഞ്ഞു പോയതാം കാലം ഒരു കൊഴിഞ്ഞതാം പൂ പോലെ, ജീവിത തടത്തിലടിയും പതിയെ കാലപ്രവാഹത്തിൽ ചേരും, കാലപ്രവാഹത്തിൽ ചേരും. ഏറെ പ്രതീക്ഷകളോടെ ഞാൻ നട്ടു നനച്ച പൂവനികൾ ഒരു കൊച്ചുവെയിലിൽ കരിഞ്ഞുണങ്ങുന്നതിൻ വ്യസനം താങ്ങുവാനുള്ളിൽ കരുത്തിന്നു നൽകണേ നാഥ, കരുത്തിന്നു നൽകണേ നാഥ. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ കുടുംബാംഗങ്ങൾ കടന്നുപോയത്, പ്രത്യേകിച്ച് ആകസ്മികമായിട്ടുള്ള ബിബിൻ്റെ വേർപാട് ഈ തത്തമ്പള്ളി സമൂഹത്തിനെ മുഴുവനും ആഴത്തിൽ വേദന ഉളവാക്കിയിട്ടുള്ളതാണ്. വളരെ പെട്ടെന്ന് തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് ഒരാൾ ചേർക്കപ്പെടുമ്പോൾ ആ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഉണ്ടാകുന്ന വലിയ വേദന നമ്മളെല്ലാവരും കാണുകയും അവരുടെ വേദനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരിക്കലും സ്വാന്തനത്തിൻ്റെ വാക്കുകൾ കൊണ്ട് നമുക്കൊരിക്കലും ആശ്വസിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നതിലപ്പുറമാണ് ഈ കുടുംബാംഗങ്ങളുടെ വേദന എന്നുള്ളത്. നമുക്കറിയാം, രക്ഷാപ്രവർത്തനത്തിനായിട്ട് എടുത്ത് ചാടിയ വഴിയായിട്ടുണ്ടായ ഒരപകടം ആ കുടുംബത്തിൻ്റെ തന്നെ മുഴുവനും ദിശ മാറ്റി മറിക്കുകയായിരുന്നല്ലോ. ഇന്നേ ദിവസം 41 ദിനാചരണമാണ്
ബിബിൻ്റെ നടത്തപ്പെടുന്നത്. നമ്മൾ ആഘോഷമായ പരിശുദ്ധ കുർബാനയും തുടർന്നുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളുമെല്ലാം ഇവിടെ ചെയ്യുമ്പോൾ ബിബിൻ്റെ കബറിടം നമുക്കറിയാവുന്ന പോലെ ബിബിൻ്റെ ഇപ്പോൾ ഇടവകയായിരിക്കുന്ന US-ലാണ്. അപ്പം അവിടെയും പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടക്കുന്നു. ഇന്ന് കുടുംബാംഗങ്ങൾക്ക് എല്ലാവരും ഒന്നിച്ച് നമ്മളും പ്രാർത്ഥിക്കുകയാണ് ഈ പ്രിയപ്പെട്ട ബിബിൻ്റെ ആത്മാവിന് വേണ്ടി. പ്രത്യേകിച്ച് ബിബിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും നമുക്കറിയാവുന്ന പോലെ അവർ ആരോഗ്യപരമായിട്ട് അവരിയ്ക്കുന്ന ഒരു സമയത്താണല്ലോ മകൻ്റെ വേർപാട്. ഒരു മക്കളെ സംബന്ധിച്ച് മകൻ്റെ വേർപാട് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എത്രയോ വേദനാജനകമാണ്. അതേപോലെ തന്നെ നമുക്കറിയാവുന്ന പോലെ ബിജോയും ബിനോച്ചൻ്റെയും അവരുടെ രണ്ടുപേരുടെയും നടുക്കുള്ള സഹോദരനാണല്ലോ ബിബിൻ. അവരെ സംബന്ധിച്ചിടത്തോളം ഇളയതാണ്. അപ്പോൾ അവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം അവരെന്തുമാത്രം താലോലിച്ച് വളർത്തിയെടുത്ത ഒരു അനുജൻ്റെ വേർപാട് അവരെയും ഹൃദയത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്ക്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം ബിബിൻ ഇവരെല്ലാം ഒത്തിരി താലോലിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരെയും അതേപോലെ തന്നെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. ബ്ലസ്സിയും കുഞ്ഞുങ്ങളും അതേപോലെ തന്നെ അവരും വലിയൊരു സങ്കടത്തിൻ്റെ നിമിഷത്തിലൂടെ കടന്ന് നമുക്ക് ഈ കുടുംബത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും നമ്മുടെ ഒരു കുടുംബത്തിലും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും നമ്മൾക്ക് ഈ വലിയ ആഴങ്ങളുടെ മുറിവ് തമ്പുരാൻ്റെ കരം നീട്ടി സമാശ്വാസവും ശാന്തിയും ഒക്കെ ഈ കുടുംബത്തിന് മേലെ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവർ ആദ്യ ദിവസം മുതലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വേദനയിൽ പങ്കുചേരുന്നു. ബിബിൻ ഇന്ന് തമ്പുരാനോടൊപ്പം സ്വർഗത്തിലാണല്ലോ. നമുക്കെല്ലാവർക്കും അതോർത്ത് സന്തോഷിക്കാം. കാരണം നന്മ വിതയ്ക്കുവാനായിട്ട് ചെയ്ത വലിയൊരു പ്രവർത്തനം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു നന്മയുടെ വക്താവായിട്ട് ബിബിൻ ഇന്ന് ആയിരിക്കുകയാണ്. അപ്പോൾ ബിബിനെ ഞാൻ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും നമുക്ക് ബിബിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനിക്കുമ്പോൾ ബിബിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. വലിയ ശാന്തിയും സമാധാനമൊക്കെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.